നീലേശ്വരം പുഴയ്ക്ക് കുറുകെയുള്ള കടിഞ്ഞമൂല മാട്ടുമ്മൽ പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ റോഡ് പാലം മേഖലകളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. നീലേശ്വരം പുഴയ്ക്ക് കുറുകെയുള്ള കടിഞ്ഞമൂല മാട്ടുമ്മൽ പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. കേരളത്തിലെ റോഡ് പാലം മേഖലകളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മലയോര ജനത സ്വപ്നം കണ്ടൊരു പദ്ധതി, ഒട്ടനവധി പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു, അതൊക്കെ തട്ടിമാറ്റി മലയോര പാത ഇപ്പോൾ വലിയൊരു ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. തീരദേശ പാത കേരളത്തിലെ 9 ജില്ലകളിലൂടെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ 600ഓളം കിലോമീറ്ററാണ്. ഓരോ 50 കിലോമീറ്ററും ഇടവിട്ട് കംഫർട്ട് സ്റ്റേഷനുകൾ, ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും മറ്റുമുള്ള സൗകര്യം. 3 റീച്ച് പൂർത്തിയായി. മുനമ്പം പാലം പ്രവൃത്തി ഇപ്പോൾ നടക്കുകയാണ്. ഇത്തരം വികസനങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ സുഗമമാക്കി മാറ്റി. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, നാഷണൽ ഹൈവേ വികസനം എന്നിവയ്ക്കു പുറമെ കേരളത്തിൽ തുരങ്കപാതകൾ കൂടി വരാൻ പോവുകയാണെന്നും അതിലൂടെ ജനങ്ങളുടെ സമയം ഒരുപാട് ലാഭിക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലങ്ങളുടെ അടിയിലുള്ള സ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്തി നടപ്പാക്കുന്ന ബി പാർക്ക് എന്ന പദ്ധതി ഇതിനോടകം തന്നെ ജനപ്രീതി നേടിക്കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തുരങ്കപാത, കേരളം സ്വന്തമായി ഒരു തുരങ്കപാതയുടെ പ്രവർത്തനം നടത്തുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു? വയനാട്ടിലേക്ക് കോഴിക്കോട് നിന്ന് എത്താൻ 3-4 മണിക്കൂറാണ്. ചുരം ബ്ലോക്കാകുന്നത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ വീതി കൂട്ടുന്നതിന് പരിമിതിയുമുണ്ട്. അതാണ് ഇപ്പോൾ 15 മിനിറ്റ് കൊണ്ട് എത്താൻ വേണ്ടി പറ്റുന്ന തുരങ്കപാത. അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. ഇത് വലിയ മാറ്റമാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു. കാസർഗോഡ് പൊതുമരാമത്ത് പാലങ്ങൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. രാജീവൻ പദ്ധതിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി, വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ E. ചന്ദ്രമതി, വാർഡ് കൗൺസിലർമാരായ VV സീമ, സൗദ അഞ്ചിലത്ത് എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ കണ്ണൂർ പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M. സജിത്ത് സ്വാഗതവും കാഞ്ഞങ്ങാട് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ K. ഷബിൻജദ് നദിയും പറഞ്ഞു. നീലേശ്വരം നഗരസഭയിലെ കടിഞ്ഞമൂല മാട്ടുമ്മൽ നിവാസികൾക്ക് നീലേശ്വരം ടൗണിലേക്കും സ്കൂളുകളിലേക്കും ആശുപത്രികളിലേക്കും എളുപ്പത്തിലെത്തുവാൻ ഈ പാലം വലിയ രീതിയിൽ ഉപകരിക്കും. നബാർഡ് IRDF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1392 ലക്ഷം രൂപ ഭരണാനുമതിയോടെയാണ് പാലം പൂർത്തിയാക്കിയത്. 156.90 മീറ്റർ നീളത്തിലുള്ള പാലത്തിൽ 6 സ്പാനുകളും ഇരുവശത്തും നടപ്പാതകളും ഒരുക്കിയിട്ടുണ്ട്. പാലം യാഥാർത്ഥ്യമായതോടെ ഈ പ്രദേശത്തെ 4000ഓളം കുടുംബങ്ങൾക്ക് 10 കിലോമീറ്ററോളം അധിക ദൂരം ലാഭിക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.